ക്ലാസ് 16 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു പാഠം, ഒരു പുതിയൊരു ലെസണാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന സ്വരങ്ങളായ സപ്തസ്വരങ്ങൾ ആദിതാളമടിച്ച് മായാമാളവ ഗൗളരാഗത്തിൽ 4 കാലങ്ങൾ പാടുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ലെസനായ സരളി വരിശകൾ, അതൊരു 10 നമ്മൾ 2, 3, 4 കാലങ്ങൾ താളവടിച്ച് ശ്രുതിയിട്ട് താളവടിച്ച് പാടി അതിൻ്റെ അകാര ഇകാര മകാരങ്ങൾ അതൊക്കെ എങ്ങനെയാണ് പാടുക എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയും പാടുകയും ചെയ്തു. ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ഇതിനു മുൻപ് നമ്മളൊരു 15ഓളം വീഡിയോകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്, വീഡിയോസ്. അതിലാണ് നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ ലെസൺസ് എല്ലാം ഉള്ളത്. അത് നിങ്ങൾ കേൾക്കണം. ഇത് നമ്മൾ ഇന്നൊരു പുതിയ ലെസനാണ് നമ്മൾ തുടങ്ങുന്നത്. സപ്തസ്വരങ്ങൾ, 4 കാലങ്ങൾ, സരളി വരിശകൾ. ഈ 2 ലെസന് ശേഷം നമ്മൾ ഇന്ന് പാടാൻ പോകുന്ന പാഠം എന്ന് പറയുന്നത് മധ്യസ്ഥായി വരിശകൾ. മധ്യസ്ഥായി, മധ്യത്തിൽ മാത്രം നിൽക്കുന്നതാണ്. മിഡിൽ ഒക്ടേവ്സ്, അതായത് മിഡിൽ മധ്യസ്ഥായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഒക്ടേവ്സ്, ഒക്ടേവ്. സരിഗമപദനി, ഈ 7 നോട്ട്സിൻ്റെ ഒരു സെറ്റിനെയാണ് നമ്മൾ ഒരു ഒക്ടേവ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ 5 ഒക്ടേവ്സ് ആണുള്ളത്, 5 സ്ഥായികളാണുള്ളത്. അതിൽ നമ്മൾ എല്ലാ പാട്ടുകളും പാടുന്നത് മധ്യസ്ഥായി വരിശയിലായിരിക്കും. അപ്പം നമ്മൾ ആ ഒരു വരിശയാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. വളരെ പ്രധാനപ്പെട്ട കർണാടക സംഗീതത്തിൻ്റെ ഒരു വരിശയാണ്. അതിനെ കൂടി പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചുകൂടെ മെലോഡിയസായി, മറ്റ് വരിശകളെല്ലാം നമ്മൾ പാടുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒരു സംഗീതാത്മകമായിട്ടുള്ള ഒരു വരിശയാണ് മധ്യസ്ഥായി വരിശകൾ. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവേണ്ടതാണത്. കാരണം സപ്തസ്വരങ്ങൾ പോലെ അല്ലെങ്കിൽ സരളി വരിശകൾ പോലെയല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ ഒരു മെലോഡിയസ് ആണ് ഈ മധ്യസ്ഥായി. അതിന് കുറച്ചുകൂടെ ഒരു പാട്ടിൻ്റെ ഒരു ഒഴുക്കുണ്ട് ആ വരിശകൾക്ക്. നമ്മൾ കൃത്യമായിട്ട് താളമടിച്ച് ശ്രുതിയിട്ട് പാടിയാൽ കുറച്ചുകൂടെ കേൾക്കാൻ ഇമ്പമുള്ള, കേൾക്കാൻ സുഖമുള്ള ഒരു വരിശയാണ് മധ്യസ്ഥായി വരിശകൾ. അപ്പം മധ്യസ്ഥായി എന്ന് പറഞ്ഞാൽ മിഡിൽ ഒക്ടേവ്, മധ്യത്തിൽ, ശ്രുതിയുടെ മധ്യത്തിലാണ് നമ്മളത് പാടുന്നത്. ശ്രുതി എന്ന് പറയുന്നത് നമ്മൾ ഏത് ശ്രുതിയാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ മധ്യത്തിലാണ് നമ്മളത് പാടുക. ശ്രുതി തന്നെ മന്ത്രവും മധ്യവും താരവും. മധ്യസ്ഥായി എന്ന് പറഞ്ഞാൽ മിഡിൽ, മന്ത്രസ്ഥായി എന്ന് പറഞ്ഞാൽ മിഡിൽ ഒക്ടേവിൻ്റെ താഴെ വരുന്നത്, മധ്യസ്ഥായിയുടെ താഴെ ബേസിൽ വരുന്നത്. പിന്നെ താരസ്ഥായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മധ്യസ്ഥായിയുടെ തൊട്ട് മുകളിൽ വരുന്നത്. ഈ 3 സ്ഥായികളാണ് നമ്മൾ പ്രധാനമായും പാടാൻ ഉപയോഗിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ത്രോട്ട് കൊണ്ട് നമുക്ക് പാടാൻ സാധിക്കുന്നത് ഈ 3 ഒക്ടേവ്സിലാണ്. മധ്യസ്ഥായി, മന്ത്രസ്ഥായി, താരസ്ഥായി, മിഡിൽ, ബേസ്, ടോപ്പ്. ഈ 3 ഒക്ടേവിലാണ് നമ്മൾ പാട്ടുകൾ, നമ്മുടെ മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ ത്രോട്ട് കൊണ്ട് നമുക്ക് പാടാൻ സാധിക്കുന്നത് ഈ 3 ഒക്ടേവ്സിൽ, ഈ റേഞ്ചിലായിരിക്കും. പിന്നെ അതിൻ്റെയും താഴെ ഏറ്റവും അനുമന്ത്രസ്ഥായി, അതിൻ്റെ ഏറ്റവും മുകളിൽ അതിതാരസ്ഥായി. അങ്ങനെ 5 സ്ഥായികളാണുള്ളത്. അപ്പോൾ ഈ ഏറ്റവും അവസാനത്തെയും ഏറ്റവും ആദ്യത്തെയും ഈ സ്ഥായികളൊക്കെ വളരെ റയറുള്ള ഇൻസ്ട്രുമെൻസിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പാടുന്ന ലെസൻ്റെ പേര് മധ്യസ്ഥായി, മിഡിൽ ഒക്ടേവ്സ് നോട്ട്സ് എന്നാണ് നമ്മൾ പറയുക. അത് ആദ്യത്തെ ഒരു ലെസൺ എന്ന് പറയുന്നത് സ രി ഗ മ പ, ഒരു ദീർഘം, ഗ മ 8 സ്വരം. പിന്നെ പ 1 2 3, പ കഴിഞ്ഞാൽ 3 ദീർഘം, പ ആ ആ ആ, വീണ്ടും പ ആ ആ ആ. നമ്മളെ കർണാടക സംഗീതത്തിൽ ഒരു ദീർഘം എന്ന് പറയുന്നത് ഒരു സ്വരമായിട്ടാണ് കണക്കാക്കുക. ഇപ്പം പ
പ പ പ പ അങ്ങനെയായിട്ടാണ് വരിക കണക്കാക്കുക. അപ്പോൾ നമ്മൾ പ ആ ഒരു പാ പാടുന്നത്, ആ പാ എന്ന് പറയുന്ന നോട്ടിൻ്റെ സെയിം ടൈം നമ്മളൊരു ദീർഘമായിട്ട് നമ്മളെ അകാരമായിട്ട് ആ എന്ന് കൗണ്ട് ചെയ്ത് പാടിപ്പോണം. അപ്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ദീർഘം എന്ന് പറയുന്നത് ഒരു സ്വരമാണ്. അപ്പോൾ 3 ദീർഘം എന്ന് പറയുന്നത് 3 സ്വരമാണ്. അപ്പം അത്രയും ടൈം നമ്മൾ കൃത്യമായി ഹോൾഡ് ചെയ്ത് വേണം നമ്മൾ അത് പാടിപ്പഠിക്കാൻ. അപ്പോൾ മധ്യസ്ഥായ വരിശയിൽ ഒന്നാമത്തത് സ രി ഗ മ പ ഗ മ 8 സ്വരം, പ ആ ആ ആ, വീണ്ടും പ ആ ആ ആ 8 സ്വരം, പിന്നെ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ. അതാണ് ഒന്നാമത്തത്. 4 ലൈൻ വരുന്ന 8 സ്വരങ്ങളായിട്ട് വരുന്ന 4 ലൈൻ, അതാണ് ഒന്നാമത്തത്. അങ്ങനെ മൊത്തം 5 എണ്ണമാണ് നമ്മൾ മധ്യസ്ഥായ വരിശകളിൽ പ്രാക്ടീസ് ചെയ്യുക. അതിൽ ആദ്യത്തെ 3 എണ്ണം ഒരു സെറ്റായിട്ടാണ് വരിക, പിന്നെ 4ഉം 5ഉം ചെറിയൊരു വ്യത്യാസത്തിലാണ് വരിക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 3 എണ്ണം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് പാടുക എന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് 4ഉം 5ഉം, കാരണം ഈ 3ഉം ഒരു സെറ്റായിട്ടാണ് വരിക, ഏകദേശം ഒരുപോലെയാണ് വരിക. 4ഉം 5ഉം എന്ന് പറയുന്നത് ചെറിയൊരു ഇതിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ആ ട്യൂണിന് ചെറിയൊരു ഡൈവർഷൻ വരും, ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് 2 സെറ്റായിട്ട് അത് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഒന്നിച്ച് പാടുക. ഓക്കെ, അപ്പോൾ ആദ്യം ഒന്ന് പാടാം. അതിനുശേഷം നമ്മൾ ഇതെല്ലാം 2ാം കാലത്തിലാണ് പാടുന്നത്. ആദ്യം നമ്മൾ പാടുന്നത് സ രി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ. അതാണ് ഒന്നാമത്തത്. അതൊന്നുകൂടെ പാടാം. അതിനുശേഷം അതെങ്ങനെയാണ് 2ാം കാലത്തിൽ താളമടിച്ച് പാടുക എന്ന് പറയാം. സ രി ഗ മ പ ഗ മ, അതാണ് ഫസ്റ്റ് ലൈൻ. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ലൈൻ പ 1 2 3 പ 1 2 3. ഈ 1 2 3 എന്ന് പറഞ്ഞ ദീർഘമാണ്. പ പ സെക്കൻഡ് ലൈൻ. തേർഡ് ലൈൻ ഗ മ പ ധ നീ ധ പ മ. ഫോർത്ത് ലൈൻ ഗ മ പ ഗ മ ഗ രി സ. അതാണ് ഒന്നാമത്തത്. അതൊന്ന് ചേർത്തി പാടാം, നോക്കിക്കോളൂ. സ രി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ. സ രി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ.
താളം പിടിച്ച് പാടുന്നത്. ഒരടിക്ക് 2 സ്വരം. സ രി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ സ രി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ. അതാണ് ഒന്നാമത് വരുന്നത്. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് മുകളിൽ നിന്നാണ് തുടങ്ങുക. മുകൾ ഷഡ്ജത്തിൽ നിന്ന് താഴേക്ക്. സാ ദീർഘം നീത, നീ ദീർഘം ധ പ. ഫസ്റ്റ് ലൈൻ. സെക്കൻഡ് ലൈൻ ധ പ മ പാവൺ പാവൺ. ഓരോ ദീർഘം. സെക്കൻഡ് ലൈൻ. പിന്നെ നമ്മൾ ഒന്നാമത്തെ തേർഡും ഫോർത്തും റിപ്പീറ്റേഷനാണ് വരിക. ഇപ്പം നമ്മൾ ഒന്നാമത് പാടിയ അതേ വരിസയുടെ മൂന്നാമത്തെയും നാലാമത്തെയും ലൈൻ വീണ്ടും റിപ്പീറ്റേഷനായിട്ട് വരും രണ്ടാമത്തതിൽ. ഗ മ പ ധ നീ ധ പ മ. തേർഡ് ലൈൻ, ലാസ്റ്റ് ലൈൻ ഗ മ പ ഗ മ ഗ രി സ. ഒന്നുകൂടെ പറയാം. സാ നീ ധ നീ ധ പ. ഫസ്റ്റ് ലൈൻ. സെക്കൻഡ് ലൈൻ ധ പ മ പ പ ഗ. അടുത്ത തേർഡ് ലൈൻ ഗ മ പ ധ നീ ധ പ മ. ഫോർത്ത് ലൈൻ ഗ മ പ ഗ മ ഗ രി സ. ഒന്ന് പാടി നോക്കാം. മുകളിൽ നിന്നാണ് പാടുക. മുകളിലത്തെ ഷഡ്ജത്തിൽ നിന്ന് സ നീ ധ നീ ധ പ ധ പ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ. സാ നീ ധ നീ ധ പ ധ പ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ. താളം പിടിച്ച് പാടാം. രണ്ടാം കാലത്തിൽ ഒരടിക്ക് 2 സ്വരം. സാ നീ ധ നീ ധ പ ധ പ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ. ഒന്നുകൂടി. സാ നീ ധ നീ ധ പ
ധാ പ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ. സെക്കൻഡ് വൺ. അടുത്ത മൂന്നാമത്തെ വരുന്നത് നമ്മൾ സാ, ആ ദീർഘത്തിന് പകരം സാ സാ നീ ധ നീ, രണ്ടാം ദീർഘത്തിന് പകരം നീ നീ ധ പ ധാ, രണ്ടാമത്തിന് പാടിയ ധായുടെ ദീർഘത്തിന് പകരം ധാ ധാ പ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ. അതായത് രണ്ടാമത്തെ വരിശയിൽ നമ്മൾ ആ ദീർഘം പാടി അവിടെയെല്ലാം ആ അതേ സ്വരം ഒന്ന് റിപ്പീറ്റ് ചെയ്യുക, വേറെ യാതൊരു വ്യത്യാസവുമില്ല. സാ അതിന് പകരം സാ സാ, നീ അതിന് പകരം നീ നീ, അടുത്ത ധാ അതിന് പകരം ധാ ധാ, പിന്നെ പ മ പാ പാ, അത് സെയിം. ബാക്കി തേർഡും ഫോർത്ത് ലൈൻ റിപ്പീറ്റേഷൻ. ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ. ഒന്ന് പാടാൻ നോക്കിക്കോളൂ. മൂന്നാമത്തത് സാ സാ നീ ധ നീ നീ ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ. സാ സാ നീ ധ നീ നീ ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ. തലപിടിച്ച് പാടാം. സാ സാ നീ ധ നീ നീ ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ. ഒന്നുകൂടി. സാ സാ നീ ധ നീ നീ ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ. അപ്പം നമ്മൾ പറഞ്ഞു ഈ 1 2 3 അതൊരു സെറ്റായിട്ടാണ് വരിക. 5 വരിശകളേ ഉള്ളൂ. പക്ഷേ ആദ്യത്തെ ഒരു 3 എണ്ണം ഏകദേശം ഒരേപോലെ വരുന്ന, അതിൻ്റെ കണക്ഷനായിട്ട് വരുന്നതാണ്. പക്ഷെ നമുക്ക് 4ഉം 5ഉം ചെറിയൊരു വ്യത്യാസം വരും ആ ഒരു മെലഡിയിലും ആ സ്വരത്തിൻ്റെ ഓർഡറിലും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം അടുത്തയിലേക്ക് പോകാം. അതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയാവുക. ഓക്കെ. അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ, എന്തെങ്കിലും സംശയങ്ങളുള്ളവർ
എൻ്റെ നമ്പർ ഇതിനകത്തുണ്ടാവും. ഒന്നെങ്കിൽ വിളിക്കുകയോ, എനിക്ക് എൻ്റെ മൊബൈൽ നമ്പറിൻ്റെ ഇതിനകത്ത് എൻ്റെ വാട്സപ്പിൻ്റെ നമ്പർ സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ തകഴി ബാബു എന്ന് അടിച്ച് എൻ്റെ വാട്സപ്പ് കിട്ടും. വാട്സപ്പിൽ അടിച്ചിട്ട് നിങ്ങൾ സുഖമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണോ സംശയങ്ങൾ, എന്തെങ്കിലും ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാഴികയോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് മുഖേന എന്നെ ബന്ധപ്പെടാം. അല്ലെങ്കിൽ വിളിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വിളിക്കുക. പക്ഷേ നമ്മൾ ഈ ജോലി സമയത്തോ നമ്മുടെ പ്രോഗ്രാമിൻ്റെ എന്തെങ്കിലുമൊക്കെ തിരക്കിലാണെങ്കിൽ ചിലപ്പം അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. ശ്രമിക്കൂ. നമുക്ക് നേരിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ സംസാരിക്കുകയോ ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് കൃത്യമായി നിങ്ങൾക്കൊരു മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൃത്യമായി നമ്മൾ പറഞ്ഞ പോലെ ആ ഓർഡറായിട്ട് തന്നെ നോട്ട് എഴുതി വെച്ച് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അത് കേട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. തെറ്റു പഠിക്കരുത്. ശ്രുതിയിട്ട് താളമടിച്ച് കൃത്യമായിട്ട് അതിൻ്റെ കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. നമ്മുടെ ശ്രുതി ഇപ്പം നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത് എ ആണ്. നിങ്ങൾക്ക് ശ്രുതി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് നിങ്ങളുടെ ത്രോട്ടിൻ്റെയും നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ശ്രുതി കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരുമിച്ച് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു ശ്രുതി എന്ന് നൽകാനുള്ള നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് എ എന്ന് പറഞ്ഞ ശ്രുതി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ശ്രുതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ശ്രുതി ഏതാണോ അത് തിരഞ്ഞെടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ചില ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു. അത് വലിയ ആൾക്കാർ പലരും ലേഡീസും അതുപോലെ ചില ജെൻസൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ അവരുടെ ശ്രുതി എത്രയാണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന ചില സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവർ കൃത്യമായി നമ്മളൊരു ഫോളോ അപ്പ് എന്ന നിലയ്ക്ക് അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവരും കൃത്യമായി ആ ഓർഡറായിട്ട് തന്നെ നോട്ട് എഴുതി വെച്ച് കൃത്യമായി ആ പാറ്റേണിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. തെറ്റ് വരുത്തരുത്. നല്ലപോലെ ശ്രുതിയിട്ട് താളമടിച്ച് എല്ലാവരും നല്ലപോലെ പാടാൻ ശ്രമിക്കുക. മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാലൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് പറയുകയും പാടുകയും ചെയ്യാം. അതുവരെ എല്ലാവരും സുഖമായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.